റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ ബലൂജികൾ ഇപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം ഏതാണ്ട് പ്രഖ്യാപിക്കുന്നു. എന്ന് പറഞ്ഞാൽ 18 മുതൽ 19 മില്യൺ ആളുകളുടെ ജനസംഖ്യയാണ് ഞങ്ങളുടെ രാജ്യത്തുള്ളത്. ഞങ്ങൾ ഇവിടെ ഒരു പുതിയ രാജ്യം രൂപീകരിക്കുന്നു. ഞങ്ങൾക്ക് സ്വന്തമായി പതാക ഉണ്ടാകുന്നു, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ദേശീയഗാനം ഉണ്ടാകുന്നു. എന്തിന്? പാർലമെൻറ്റ് മന്ദിരം വരെയുണ്ട്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് UN-ൻ്റെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പിന്തുണ എന്നതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബലൂജ് നേതാക്കൾ പരസ്യമായി പറയുന്നു, ഡൽഹിയിൽ ഞങ്ങൾക്കൊരു എംബസി തുറക്കാനുള്ള സൗകര്യം ഒരുക്കിത്തരണം, ഒപ്പം ഇന്ത്യയുമായിട്ട് ചില ട്രേഡുകൾ, ചില വ്യാപാര ബന്ധങ്ങളൊക്കെ വളർത്തണം. അങ്ങനെ ശക്തമായ ഒരു രാജ്യം ഞങ്ങളുമായിട്ട് വ്യാപാര ബന്ധം പുലർത്തിയാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ പിന്തുണയുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പുതിയ രാജ്യമായി മാറാൻ കഴിയും. ഇപ്പോൾ അവർ തന്നെ വിക്കിപീഡിയയിൽ അവരുടെ രാജ്യം എന്ന രീതിയിൽ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനെക്കുറിച്ച് ഒരു വലിയ കുറിപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ അവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നിടത്ത് ചൈനയും പാകിസ്ഥാനെയും ഉൾപ്പെടുത്തി. എന്നാൽ പിന്തുണ നൽകുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അഫ്ഗാനിസ്ഥാനെയും ഇന്ത്യയും ഉൾപ്പെടുത്തി. എന്നാൽ പാകിസ്ഥാൻ ആരോപിക്കുന്നുണ്ട് ഇന്ത്യ അങ്ങനെ പിന്തുണ നൽകുന്നതാണ്, ഇന്ത്യ വലിയ സപ്പോർട്ട് നൽകുന്നതാണ്. പക്ഷേ ഇവർ പറയുന്നു, ഞങ്ങൾ പറയുന്നതാണ് ഇന്ത്യയുടെ പിന്തുണയുണ്ട് എന്നുള്ള രീതിയിലാണ് ചില നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി, അതുപോലെ തന്നെ ഇന്ത്യൻ സപ്പോർട്ടേഴ്സ്, ഇവരെല്ലാം തന്നെ കൃത്യമായിട്ട് ഇന്ത്യയോട് പറഞ്ഞിരുന്നു, ഇപ്പം വെടിനിർത്തൽ നടത്തരുത്, കാരണം ഇവരെ വിശ്വസിക്കാൻ പറ്റാത്തതാണ്, ഇവർ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ചതിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം ഉയർന്നു വരുന്നു എന്നതിൻ്റെ ചില കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ബലൂജ് സ്വതന്ത്രമായി UN-ൻ്റെ ക്ഷണിതാവായിട്ട് ഇനി അവരെ വിളിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഭരണകൂടമായിട്ട് വരും. അപ്പോൾ ഇന്ത്യ ഇവരെ സപ്പോർട്ട് ചെയ്താൽ ചൈന, റഷ്യ, അതുപോലെ മറ്റ് രാജ്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് വലിയ പിന്തുണ നൽകും. ഇതാണ് ഇവൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2014 മോദിയും അജിത് ഡോവലുമൊക്കെ തന്നെ ഈ ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള 7 സംഘടനകൾക്ക് പിന്തുണ നൽകിയെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. പാകിസ്ഥാനും അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ പക്ഷേ ഔദ്യോഗികമായിട്ട് അങ്ങനെ സമ്മതിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ചൈനക്കാരുടെ ഇടപെടലാണ്. ചൈന അവിടെ ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നു, അതുപോലെ തന്നെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് നടത്തുന്നു. ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ ധാരാളം ചൈനീസ് എഞ്ചിനീയർമാർ, തൊഴിലാളികൾ ഒക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ഒരു ചാവേർ സംഘമായതുകൊണ്ട് തന്നെ ചൈനക്കാരെ എവിടെ കണ്ടാലും വെടിവെച്ചു കൊല്ലും. ഇപ്പം തന്നെ ഈ പാകിസ്ഥാൻകാർക്കെതിരെ വലിയ ആക്രമണം ബലൂജ് നടത്തി. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷാവസ്ഥ നിലനിന്നപ്പോൾ ബലൂജിലുണ്ടായിരുന്ന ആർമിയെ പാകിസ്ഥാൻ പിൻവലിച്ചു. അതുകൊണ്ട് തന്നെ 51 ഇടങ്ങളിലായി 71 ആക്രമണങ്ങളാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സൈന്യത്തിന് നേരെ നടത്തിയത്. അതായത് ഈ ഭാഗത്തുള്ള ഗ്വാദർ തുറമുഖം, അതുപോലെ എയർപോർട്ട്, ഇതിൻ്റെ എല്ലാം നിയന്ത്രണം ഞങ്ങൾക്കാണ്. എന്തിന്? ബലൂജ് എയർവേസ് എന്ന് പറയുന്ന വിമാന കമ്പനി പോലും തങ്ങളുടെയാണ് എന്നുള്ള രീതിയിലാണ് ഇവർ ഇപ്പോൾ പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് പാർലമെൻറ്റ് മന്ദിരം ഉണ്ടാകുന്നു, സ്വന്തമായിട്ട് പതാക ഉണ്ടാകുന്നു, ദേശീയഗാനം ഉണ്ടാകുന്നു. അപ്പോൾ ഞങ്ങൾ സർവ്വതാ സ്വതന്ത്രമായി എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇനി വിദേശ രാജ്യങ്ങൾ ഞങ്ങളെ ഒന്ന് പിന്തുണച്ചാൽ മാത്രം മതി. അതുകൊണ്ട് 1947 ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിട്ട് വിഭജിച്ച സമയത്ത് അന്നും ഈ ബലൂജ് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷം അങ്ങനെയാണ്, ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒന്നും ചേർന്നില്ല. എന്നാൽ 1948 ആയപ്പോൾ വലിയ അട്ടിമറി നടത്തുകയും ഒരു സൈനിക നീക്കമൊക്കെ നടത്തി അവരെ പാകിസ്ഥാൻ കയ്യിലാക്കുകയായിരുന്നു. പക്ഷേ അന്നു മുതൽ തന്നെ പാകിസ്ഥാനെതിരെ വലിയ പ്രതിഷേധമാണ് ഇവർ കാഴ്ചവെച്ചത്. ഞങ്ങളെ അടിച്ചമർത്തുകയാണ് ബ്രിട്ടൻ, അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ, പാശ്ചാത്യ രാജ്യങ്ങളുടെ, യൂറോപ്യൻ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ പാകിസ്ഥാൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും എതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ വന്നതോടുകൂടി ഞങ്ങൾക്ക് പിന്തുണ ലഭിച്ചു, ഞങ്ങൾ കുറച്ചുകൂടി ആയുധങ്ങളൊക്കെ ലഭിച്ച രാജ്യമായി മാറി എന്നൊക്കെ പാകിസ്ഥാൻ്റെ മുമ്പിൽ ഇവർ അവകാശവാദം ഉന്നയിക്കുന്നു. പാകിസ്ഥാനും ഇതേ ആരോപണം ഉന്നയിച്ചുവെങ്കിലും നമ്മൾ ഇന്നുവരെ അത് സമ്മതിച്ചിട്ടില്ല. എന്തായാലും ഇതുവരെ ഈ ബലൂജിലെ പുരുഷന്മാരെ തട്ടിക്കൊണ്ടുപോവുക, കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുക, കൊന്നുകളയുക, ഭീകരത നിലനിർത്തുക, മനുഷ്യ കച്ചവടം നടത്തുക, എന്തോ ഒരു മാഫിയ സംഘത്തെ പോലെയാണ് പാകിസ്ഥാൻ ആർമി അവിടെ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് ബലൂജികൾ പറയുന്നത്, ഇനി ഞങ്ങൾ അവരെ അംഗീകരിക്കില്ല, ഞങ്ങളൊരു പുതിയ രാജ്യമായി മാറുന്നു, ചൈനക്കാർ ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും നിരത്തി നിർത്തി ഞങ്ങൾ വെടിവെച്ച് കൊല്ലും, ഒരാളെ പോലും ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കുന്നില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചൈനയുടെ പൈസ മേടിച്ച് പാകിസ്ഥാൻ വലിയ നിക്ഷേപമൊക്കെ അവിടെ നടത്തി. അപ്പോൾ ചൈന ഈ നിക്ഷേപം നടത്തി എന്തുകൊണ്ടാണ്? ഗ്വാദർ തുറമുഖം നടത്തുക, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട് വലിയ നിക്ഷേപം നടത്തുക, അതിലൂടെ ആ മേഖലയുടെ ഒരു സ്വാതന്ത്ര്യം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുക, ഇതൊക്കെയായിരുന്നു ലക്ഷ്യം. പക്ഷേ BLA ശക്തമായ തിരിച്ചടി നൽകുകയും അവരെ അവിടെ നിന്ന് ഓടിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇന്ത്യയുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഈ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നം രൂക്ഷമായപ്പോൾ ഒരു കാരണവശാലും വെടിനിർത്തൽ കരാറിൽ ഒപ്പിടരുത്, കാരണം യുദ്ധതന്ത്രമാണത് അവരുടെ. കാരണം അതിനു വേണ്ടിയിട്ട് അവർ സമാധാനം
സമാധാന ചർച്ച നടത്തും, അല്ലെങ്കിൽ സമാധാന ശ്രമം വേണമെന്ന് പറയും. ഇതൊക്കെ സംബന്ധിച്ചൊരു മെസ്സേജ് ഇന്ത്യക്ക് നൽകി. അപ്പോൾ പല പ്രാവശ്യം BLA ഇങ്ങനെ ആക്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഈ BLAയുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്വറ്റ അത് ആർമിയുടെ കയ്യിൽ നിന്ന് ഈ ബലൂചിസ്ഥാൻ ആർമി പിടിച്ചെടുത്തു കഴിഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ പാകിസ്ഥാൻ്റെ ഏതാണ്ട് 44% വരുന്ന ഭാഗം ഈ മേഖലയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലൂടെ ബലൂജ് ഒരു വലിയ രാജ്യമായി സ്വതന്ത്രമായി പുറത്തേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ സ്ഥാപനങ്ങളെ കൂടി ഇവരുടെ ഭാഗമാക്കി മാറ്റുന്നു. അതായത് ബലൂജ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു. മറ്റൊരാവശ്യം എന്ന് പറയുന്നത് പാകിസ്ഥാൻകാരായ ആർമി, പോലീസ്, ഇൻ്റലിജൻസ് തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ അവരെ ഇവിടെ നിന്ന് പിൻവലിക്കണം. ഇനി ബലൂജികളായിട്ടുള്ള പട്ടാളക്കാരും പോലീസുകാരും ഇൻ്റലിജൻസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും മാത്രം അവിടെ മതി, കാരണം ഞങ്ങൾ വേറൊരു ഭൂവിഭാഗമാണ്, ഞങ്ങൾ അങ്ങനെ നിലപാടെടുക്കുന്നു. ഇതിവരെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ എന്ത് ചെയ്യണമെന്നറിയാത്ത വലിയൊരു ആശങ്കയാണ്. ഇപ്പം ഈ ബലൂജ് ലിബറേഷൻ ആർമിക്കൊപ്പം തന്നെ അവിടുത്തെ ഒരു എഴുത്തുകാരനുണ്ട്, ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട്. അദ്ദേഹമാണ് മിർയാർ ബലൂജി. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ സ്വതന്ത്രമായി കഴിഞ്ഞു, ഇനി അതിനെ അംഗീകരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഈ ഒരു അംഗീകാരത്തിന് താലിബാൻ്റെ വലിയ പിന്തുണയുണ്ട്. അപ്പോൾ അഫ്ഗാനും ഇപ്പോൾ ഇവരെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ അഫ്ഗാനിലെ ഭരണകൂടമായ താലിബാൻ്റെ പിന്തുണ, ഇന്ത്യയുടെ പിന്തുണ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഈ പറയുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എപ്പോൾ വേണമെങ്കിലും നിലവിൽ വന്നു ആ രീതിയിലുള്ള നീക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പാകിസ്ഥാൻ്റെ അടിച്ചമർത്തലുകൾ പതിറ്റാണ്ടുകളായിട്ട് സഹിച്ച ഞങ്ങൾ ഇനി ഇതിനെ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത്. സായുധ പോരാട്ടം നടത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ പാകിസ്ഥാനുകളായിട്ട് ആർമി ഞങ്ങളെ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ എതിർക്കും. അതാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ഡൽഹിയിൽ ഞങ്ങൾക്കായിട്ടൊരു എംബസി തുറക്കുകയാണെങ്കിൽ ഞങ്ങൾ അതുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാം. UN-ൻ്റെ സമാധാന സേനയുണ്ട്, അവർ ഞങ്ങളെ അംഗീകരിക്കണം. അതുപോലെ തന്നെ പാകിസ്ഥാന് ഞങ്ങളിൽ നിന്ന് മാറി പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇതിന് UN-ൻ്റെ ഇടപെടൽ വേണം, ഒപ്പം ഇന്ത്യയുടെ ഇടപെടൽ വേണം. അപ്പോൾ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരെ പറയുന്നത് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാനാണ് ഞങ്ങളെന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടൻ്റെയൊക്കെ ഒരു കാലഘട്ടം മുതൽ തന്നെ സ്വതന്ത്രമായി നിൽക്കുന്ന ഞങ്ങളെ പാകിസ്ഥാൻ അടിച്ചമർത്തുകയായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളെ നിർബന്ധപൂർവ്വം അവരുടെ രാജ്യത്തോട് ചേർക്കുകയായിരുന്നു. ഇനി ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. മാത്രമല്ല ഈ പഞ്ചാബ് പ്രവിശ്യയിലുള്ള ആൾക്കാർ ഇവരുടെ അടുത്ത് വളരെ ക്രൂരമായി പെരുമാറുന്നു. ഇവിടുത്തെ ധാതു സമ്പത്തൊക്കെ തന്നെ കൊള്ളയടിച്ച് അവരുടെ രാജ്യത്തിൻ്റെ ഒരു വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇനി ഞങ്ങൾ അതിനെ അംഗീകരിക്കില്ല, ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു. അതുകൊണ്ട് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇവർ നടത്തുകയാണ്. ഇതിൻ്റെ എംബ്ലം, അതുപോലെ തന്നെ അവരുടെ ദേശീയ ഗാനം ഇതൊക്കെ പുറത്തിറക്കാൻ ശ്രമിക്കുന്നു. ഇവർക്ക് ഒരു പാർലമെൻറ്റ് മന്ദിരം നിർമ്മിക്കുന്നു. ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.